Assalamualaikum. Welcome back to Salva's Kitchen. ഇന്ന് ഞാൻ ഇവിടെ തയ്യാറാക്കുന്നത് റെസ്റ്റോറന്റ് സ്റ്റൈലിലുള്ള ബട്ടർ ഗാർലിക് കുൽച്ചയാണ്. ഇതെങ്ങനെ തയ്യാറാക്കുന്നത് നമുക്ക് നോക്കാം. ഇതിനു വേണ്ടിയിട്ട് ഞാനിവിടെ 2 ഗ്ലാസ് മൈദപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ഇതുപോലെ ഒരു ചെറിയ ടീസ്പൂണിൻ്റെ 1/4 ഭാഗം ബേക്കിംഗ് സോഡ ഉപയോഗിക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഉപ്പ്, പിന്നെ 1 ടീസ്പൂൺ പഞ്ചസാരയും ചേർക്കുന്നുണ്ട്. ഇനി നമ്മൾ ഈ പൊടികൾ ഇട്ടതിന് ശേഷം ഇതെല്ലാം മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് അതേപോലെ സ്പൂൺ ഉപയോഗിച്ചിട്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ എല്ലാ വശത്തേക്കും എത്തുകയുള്ളൂ. ഇനി നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് 2 ടീസ്പൂൺ തൈരാണ്. ഇനി വീണ്ടും ഇതുപോലെ നന്നായി എല്ലാ ഭാഗവും മിക്സ് ചെയ്ത് കൊടുക്കാം. അടുത്തത് പാലാണ് എടുത്തിട്ടുള്ളത്. പാലെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ചെറിയ ചൂടുള്ള പാലാണ് എടുത്തത്. തണുത്ത പാൽ ഉപയോഗിക്കരുത്. ഇത് കുറേശ്ശെ ആഡ് ചെയ്യാൻ പാടുള്ളൂ, ഒന്നിച്ച് ചേർക്കരുത്. ഇനി വീണ്ടും ഇതുപോലെ തന്നെ നമുക്ക് മിക്സ് ചെയ്ത് എല്ലാ വശത്തേക്കും എത്തണം. എന്നിട്ട് വീണ്ടും അതുപോലെ പാലൊഴിച്ചതിന് ശേഷം വീണ്ടും ഇളക്കി കൊടുക്കണം. നമ്മൾ റെസ്റ്റോറൻറ്റ് രീതിയിൽ ചെയ്യുന്നതുകൊണ്ട് ഇവിടെ ബേക്കിംഗ് സോഡയൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട്. മൈദയാണ് എടുത്തിട്ടുള്ളതും. ഇത് വേണമെങ്കിൽ ഗോതമ്പ് പൊടി ഉപയോഗിക്കാം, പക്ഷെ പെർഫെക്റ്റ് ആയിട്ട് റെസ്റ്റോറൻറ്റിൽ നിന്ന് കിട്ടുന്ന ഒരു സ്റ്റൈലായതുകൊണ്ട് ഞാനിവിടെ മൈദയൊക്കെ എണ്ണയാണ് എടുത്തിട്ടുള്ളത്. ഇനി ബാക്കി പാലും കൂടെ ഒഴിച്ചത് അതുപോലെ നല്ല പെർഫെക്റ്റ് ആയിട്ട് നല്ല സ്മൂത്തായിട്ട് കുഴച്ച് നല്ലൊരു ഡഫാക്കി എടുക്കണം. നമ്മൾ ഡഫ് ഉണ്ടാക്കുമ്പോൾ ഈ ഇൻഗ്രീഡിയൻസൊക്കെ നല്ലവണ്ണം ശ്രദ്ധിക്കണം. അതിൻ്റെ ക്വാണ്ടിറ്റി ഇതേപോലെ നല്ല സോഫ്റ്റായിട്ട് കുഴച്ചെടുക്കുകയും വേണം. അതായത് ഇപ്പോൾ നന്നായി കുഴച്ച് നല്ല സോഫ്റ്റ് ഡഫായിട്ടുണ്ട് ഇവിടെ. ഇനി ഇതിലേക്ക് മെൽറ്റ് ചെയ്തിട്ടുള്ള ഒരു ചെറിയ ടീസ്പൂണ് ബട്ടറും കൂടി ചേർക്കുന്നുണ്ട്. അപ്പോഴാണ് നമ്മുടെ ഡഫിന് നല്ല ബട്ടറിൻ്റെ ഫ്ലേവർ കിട്ടുകയുള്ളൂ ഇങ്ങനെ ചേർക്കുമ്പോൾ. ഇനി നമുക്കിത് 10 മിനിറ്റ് നേരം റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ഈ ഗ്ലാസ് അളവിലാണ് ഞാൻ പൊടി എടുത്തിട്ടുള്ളത്. 2 ഗ്ലാസ്. ആദ്യം കാണിക്കാൻ മറന്നതായിരുന്നു ഗ്ലാസിൻ്റെ അളവ്. ഇതിപ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ടുണ്ട് ഡഫ്. ഇനി റെസ്റ്റ് ചെയ്യാൻ വെക്കാം 10 മിനിറ്റ്. ഡഫ് എടുക്കുമ്പോഴെപ്പോഴും അതിൻ്റെ കറക്റ്റായി എടുക്കണം. ഇതിപ്പോൾ ഒരു 10 മിനിറ്റിന് ശേഷം ഇതുപോലെ വലിയൊരു ബോൾ എടുക്കുക. എന്നിട്ട് ഇതുപോലെ കൈൻ്റെ ഉൾഭാഗത്ത് വെച്ചിട്ട് നന്നായിട്ട് നല്ല കുറച്ച് തിക്കായിട്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അതിനാണ് ചെറിയ ബോൾ എടുക്കരുത്, കുറച്ച് വലിയ ബോൾ എടുക്കണം. എന്നിട്ട് ജസ്റ്റ് ഇതുപോലെ മൈദപ്പൊടിയിലൊന്ന് മുക്കിയിട്ട് വേണം നമ്മൾ ഇതുപോലെ റോളർ ഉപയോഗിച്ചൊരു ഷേപ്പ് ചെയ്യാം. ഇതിൻ്റെ ഷേപ്പ് എന്ന് പറഞ്ഞാൽ നമുക്ക് റെസ്റ്റോറൻറ്റിൽ നിന്നൊക്കെ കിട്ടുമ്പോഴറിയാലോ, ഇതിൻ്റെ ഷേപ്പ് പറഞ്ഞാൽ ഒരു ഓവൽ ഷേപ്പാണ്. റൗണ്ട് ഷേപ്പിലും ചെയ്യലുണ്ട്, പക്ഷേ ഇതിൻ്റെ പെർഫെക്റ്റ് ഷേപ്പ് എന്ന് പറയുന്നത് ഓവൽ ഷേപ്പാണ്. അപ്പോൾ ഞാനിവിടെ ഓവൽ ഷേപ്പിലാണ് തയ്യാറാക്കുന്നത്. നല്ല തിന്നായിട്ട് പരത്തരുത്. നമ്മളിതുപോലെ റോളർ ഉപയോഗിച്ച് കുറച്ച് തിക്കായിട്ട് വേണം ഇതിപ്പോൾ ഷേപ്പ് ചെയ്തെടുക്കാൻ. കുറച്ചൊരു വലിയ സൈസുള്ള ബോളാകുമ്പോൾ നമുക്ക് കുറച്ച് വലിയ സൈസിൽ തന്നെ ഇത് ഷേപ്പ് ചെയ്തെടുക്കാൻ പറ്റും. ഇതുപോലെ പതുക്കെ അങ്ങനെ നമ്മൾ ഷേപ്പ് ചെയ്തെടുക്കണം. ഈ പറയുന്ന രീതിയിൽ നമ്മൾ പെർഫെക്റ്റ് ആയിട്ട് ചെയ്താൽ നമുക്ക് നല്ലൊരു കറക്റ്റ് പെർഫെക്റ്റ് ഫ്ലേവറിലും അതേ സെയിം രീതിയിൽ തന്നെയുള്ള ഒരു കുൽച്ച നമുക്ക് വീട്ടിൽ തന്നെ ഈസി ആയിട്ട് ഉണ്ടാക്കാം. ഇതിപ്പോൾ നല്ല കറക്റ്റായിട്ടുണ്ട്. നല്ല തിന്നാവരുത്, കാരണം അങ്ങനെ ആകുമ്പോൾ നമുക്കിത് ചുട്ടെടുക്കുമ്പോൾ ബുദ്ധിമുട്ടാവും. കുറച്ച് തിക്കായിട്ടാണ് വേണ്ടിയത്. ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള വെളുത്തുള്ളിയാണ്. ഇതുപോലെ നൈസായിട്ടാണ് ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഇനി ഇതിൻ്റെ മുകൾ ഭാഗത്തൊക്കെ നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. നമ്മളുണ്ടാക്കുന്നത് ബട്ടർ ഗാർലിക് കുൽച്ചയാണല്ലോ, അപ്പോൾ നമുക്ക് ഈ ഗാർലിക്കിൻ്റെ ഫ്ലേവറാണ് മുന്നിട്ട് നിൽക്കേണ്ടത്. ഇനി ഇതതുപോലെ
നമ്മൾ ബ്ലാക്ക് എള്ളാണ് എടുത്തിട്ടുള്ളത്. അതും മുകൾ ഭാഗത്ത് ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് എല്ലാ വശത്തേക്കും ഇതേപോലെ എത്തിക്കണം. അപ്പോൾ എല്ലാ ഭാഗത്തും നിൽക്കുമ്പോഴാണ് ഇത് കാണാൻ നല്ല ഭംഗി ഉണ്ടാവുക. പിന്നെ എള്ളിൻ്റെ ഫ്ലേവറൊക്കെ കൂട്ടുമ്പോൾ കഴിക്കാനും നല്ലൊരു ടേസ്റ്റാണിത്. ഇനി നമുക്ക് മല്ലിയിലയാണ് ഇടേണ്ടത്. മല്ലിയില അതുപോലെ എടുത്തിട്ട് എല്ലാ വശത്തേക്കും എത്തിക്കണം. ഇതിൻ്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുമ്പോൾ തന്നെ ഈ ഗ്രീനും ബ്ലാക്കും ഒക്കെ ഈ കളർ കോമ്പിനേഷൻ നല്ലൊരു ഭംഗിയെ കാണാൻ. ഇനി ഇതുപോലെ റോളർ ഉപയോഗിച്ചിട്ട് പതുക്കെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. അങ്ങനെ ആകുമ്പോഴേ നമ്മൾ ഈ മല്ലിയില, എള്ള്, ഗ്രേറ്റ് ചെയ്തിട്ടുള്ള വെളുത്തുള്ളിയൊക്കെ ഉൾഭാഗത്തേക്ക് നന്നായി പ്രസ് ചെയ്ത് നിൽക്കും. അല്ലെങ്കിൽ ഇത് ചുടുമ്പോഴേ അടർന്ന് വീഴുള്ളൂ. ഇതുപോലെയാണ് നമ്മൾ ഷേപ്പ് ചെയ്തെടുക്കേണ്ടത്. ഇങ്ങനെ. ഇനി ഇതുപോലെ തന്നെ സെയിം പ്രൊസീജിയറിൽ തന്നെ ഞാൻ ഒരു ബോളും കൂടെ അതുപോലെ എടുത്തിട്ട് ഷേപ്പ് ചെയ്യുന്നത് കാണിക്കുന്നുണ്ട്. ഇങ്ങനെ രണ്ടെണ്ണമാണ് ഇവിടെ ചെയ്യുന്നത് കാണിക്കുന്നത്. അതുപോലെ വീണ്ടും ഓവൽ ഷേപ്പിലാക്കി എടുക്കുക. നമ്മൾ ഈ ഡഫ് ഉണ്ടാക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോഴാണ് ഇത് പെർഫെക്റ്റ് ആയിട്ട് കിട്ടുക. നമുക്ക് അതിനെ ഷേപ്പ് ചെയ്യാനും അത് ചുടുമ്പോഴും ഒക്കെ കിട്ടണമെങ്കിൽ ഫസ്റ്റ് തന്നെ നമ്മൾ അത് നന്നായിട്ട് പെർഫെക്റ്റ് ആയിട്ട് ചെയ്തെടുക്കണം ഡഫ് ഉണ്ടാക്കുമ്പോൾ. ഇതുപോലെ അധികം തിന്നാവാണ്ട് കുറച്ച് തിക്കായിട്ട് തന്നെ പരത്തിയെടുക്കുക. ഇത് റൗണ്ട് ഷേപ്പിലേറെ ഏറ്റവും ഭംഗി കാണാൻ ഓവൽ ഷേപ്പ് തന്നെയാണ്. ചിലരൊക്കെ റൗണ്ട് ഷേപ്പിലും ചെയ്യാറുണ്ട്. ഇനി ഇതാ സെയിം പ്രൊസീജിയറിൽ തന്നെ ഇതുപോലെ ഗ്രേറ്റ് ചെയ്തിട്ടുള്ള വെളുത്തുള്ളി ഇതിൻ്റെ മുകൾ ഭാഗത്ത് സ്പ്രെഡ് ചെയ്യുക. നമുക്ക് ഇതുപോലെ വേണമെങ്കിൽ ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തൊക്കെ ഇടാം കേട്ടോ വെളുത്തുള്ളിക്ക് പകരം. അപ്പം നമ്മളത് ബട്ടർ ക്യാരറ്റ് കുൽച്ചയാവും. നമ്മളിവിടെ ഗാർലിക് കുൽച്ച ആയതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി ഇതുപോലെ എള്ള് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് എല്ലാ വശത്തേക്കും ഇതേപോലെ കൈകൊണ്ട് തന്നെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. എല്ലാ വശത്തും ഇത് നിൽക്കുമ്പോഴേ ഇതിന് കാണാനും നല്ല ഭംഗി ഉണ്ടാവുള്ളൂ. അപ്പം എല്ലാ വശം ഇതുപോലെ തന്നെ ചെയ്തെടുക്കണം. ഇനി നമ്മളിതുപോലെ തന്നെ മല്ലിയില വീണ്ടും ഇതിൻ്റെ മുകൾ ഭാഗത്ത് വെച്ച് എല്ലാ വശത്തേക്കും എത്തിക്കുക. എന്നിട്ട് വീണ്ടും ഇതേപോലെ റോളർ ഉപയോഗിച്ചിട്ട് ജസ്റ്റ് ഒന്ന് പതുക്കെ പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതൊക്കെ നന്നായിട്ട് ഇതിൻ്റെ ഉൾഭാഗത്തേക്ക് പ്രസ് ചെയ്ത് നിൽക്കും. അല്ലെങ്കിൽ ഇത് ചുടുമ്പോഴേ അടർന്ന് വീഴുള്ളൂ. ഇതുപോലെ പതുക്കെ ചെയ്തെടുക്കുക. അപ്പോൾ കാണാൻ നല്ല ഭംഗിയുണ്ട് ഇപ്പം തന്നെ. ഇതിൻ്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ഈ ഗ്രീൻ കളറും നമ്മളെ ബ്ലാക്ക് എള്ളും എല്ലാം കൂടി വെക്കുമ്പോഴാണ് കൂടുതൽ ഭംഗി. ഇങ്ങനെ ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇങ്ങനെ ഇനി നമ്മളിത് ചുടാൻ വേണ്ടിയിട്ട് ഒരു പാന് ചൂടായിട്ടുണ്ട്. ഞാനൊരു പഴയ പാനാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. ചുടുമ്പോൾ ഇതിൻ്റെ ബാക്ക് വശം നന്നായിട്ട് അതുപോലെ കൈകൊണ്ട് വെള്ളം നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. അല്ലെങ്കിൽ ബ്രഷ് ഉപയോഗിച്ചും ചെയ്യാം. ഞാനിവിടെ കൈ ഉപയോഗിച്ചാണ് ചെയ്ത്. എന്നിട്ട് ചൂടായ പാനിൽ ഇതുപോലെ വെച്ച് കൊടുക്കുക. ഇങ്ങനെ വെള്ളം നമ്മൾ തേക്കുമ്പോൾ ഇത് പെട്ടെന്ന് ഇതിന്മേൽ തന്നെ സ്റ്റിക്കായി നിൽക്കും. അതുകൊണ്ടാണ് പഴയ പാനും എടുത്തിട്ടുള്ളത്, പെട്ടെന്ന് സ്റ്റിക്കാൻ വേണ്ടിയിട്ട്. ഏറ്റവും നല്ലതൊരു ഇരുമ്പിൻ്റെ പാനോ അല്ലെങ്കിൽ സ്റ്റീലിൻ്റെ പാനൊക്കെ ആണെങ്കിൽ ഇതുപോലെ ഒരു വശത്ത് വെള്ളമൊക്കെ തേക്കുമ്പോൾ പെട്ടെന്ന് സ്റ്റിക്കായി കിട്ടും. നമ്മൾ പ്രഷർ കുക്കറിലും ഇത് ഇങ്ങനെ ചുടുന്നുണ്ട്. പക്ഷേ എനിക്ക് തോന്നുന്നു ഏറ്റവും നല്ലത് ഇങ്ങനെ പാനിൽ ചുടാണ് ഏറ്റവും നല്ലത്. ഇനി ബബിൾസ് വരുന്നുണ്ട്. ഈ വശം ഇതുപോലെ ബബിൾസ് വരുമ്പോഴാണ് ഇത് കമിഴ്ത്തിയിട്ട് ചുട്ടെടുക്കുകയാണ് വേണ്ടത്. അതുകൊണ്ടാണ് ഇതുപോലെ പഴയൊരു പാൻ വെച്ചിട്ടുള്ളത്, ഇങ്ങനെ സ്റ്റിക്കാൻ വേണ്ടിയിട്ട്. ഇനി നമുക്കിത് കമിഴ്ത്താണ് വേണ്ടത്. കമിഴ്ത്തുമ്പോൾ അതുപോലെ ശ്രദ്ധിക്കേണ്ട കാര്യം ഫ്ലെയിം ഒന്ന് കൂട്ടുക. 1 മിനിറ്റ് നേരം മതി. പക്ഷെ അതുപോലെ ജസ്റ്റ് ഒന്ന് നോക്കണം എല്ലാ വശത്തും ബ്രൗൺ കളർ എത്തിയിട്ടുണ്ടോ എന്ന്. എന്നിട്ട് അതുപോലെ വീണ്ടും കമിഴ്ത്തിയിട്ട് ചുട്ടെടുത്ത് ഇതുപോലെ ഇനി ചൂടോടെ തന്നെ ബട്ടർ മെൽറ്റ് ചെയ്തത് മുകൾ ഭാഗത്ത് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ കറക്റ്റായിട്ടുണ്ട്. ഇനി നമുക്കിത് മാറ്റി വെക്കാം. സെയിം പ്രൊസീജിയറിൽ തന്നെ ഒരു വശം നന്നായിട്ട് വെള്ളം സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അതുപോലെ പാൻ ചൂടായിലേക്ക് ഇങ്ങനെ വെച്ച് കൊടുക്കുക. അപ്പോൾ പെട്ടെന്ന് സ്റ്റിക്കാവും.
ഇതിൻ്റെ ഏറ്റവും ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ തന്നെ ഇത് കമഴ്ത്തി ഫ്ലെയിമിൽ ചുട്ടെടുക്കണതാണ് ഇതിൻ്റെ ഏറ്റവും ടേസ്റ്റ്. ഫ്ലെയിമിൽ നമ്മൾ കമഴ്ത്തുമ്പോൾ 1 മിനിറ്റ് മതി. പക്ഷേ നമ്മൾ ശ്രദ്ധിക്കണം, ഫ്ലെയിം അതിനനുസരിച്ച് ഒന്ന് ഹൈ ഫ്ലെയിം ആക്കുക, പിന്നെ ഫ്ലെയിം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് വേണം നമ്മളിത് ചുട്ടെടുക്കാൻ. അതുപോലെ കമഴ്ത്തി 1 മിനിറ്റ് എടുത്ത് റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ എല്ലാ വശം ബ്രൗൺ നിറയെ കറക്റ്റ് റെഡി ആയി. ഇനി ചൂടോടെ തന്നെ മെൽറ്റ് ചെയ്ത ബട്ടറും കൂടി ചേർത്തു. ഇങ്ങനെയാണ് നമ്മളിത് ചുട്ടെടുക്കേണ്ടത്. ഇതുപോലെ നമ്മുടെ ബട്ടർ ഗാർലിക് കുൽച്ച റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ ബാക്ക് വശം കണ്ടില്ലേ, നല്ല സ്റ്റിക്കായി നിന്നുകൊണ്ട് ബാക്ക് വശം ഇതുപോലെ നല്ല കറക്റ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഉൾവശം ഞാൻ കാണിച്ചു തരാം. ഇതുപോലെ നമ്മൾ റെസ്റ്റോറൻറ്റിൽ നിന്നൊക്കെ വാങ്ങിക്കണം അതേപോലെ നല്ല പെർഫെക്റ്റ് ആയിട്ടുണ്ട്. ഇത് കഴിക്കാനും വളരെ ടേസ്റ്റാണ്. എല്ലാവരും ഈ ഒരു മെത്തേഡ് ട്രൈ ചെയ്യുക. ഈ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അതുപോലെ തന്നെ ട്രൈ ചെയ്തവർ കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, അസ്സലാമു അലൈക്കും.